ശ്രീഹരീയം ദശകം 31 മഹാബലിദർപ്പശമനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അവിടുത്തെ തേജസ്സിനാലാകൃഷ്ടനായി മഹാബലി അവിടുത്തേക്കെന്തു വേണമെന്നു ചോദിച്ചു. അന്നം വേണോ, ധനം വേണോ, ഭവനമോ, ധരണിയോ, ആവശ്യപ്പെടുന്നതെന്തും അടിയൻ തരാം. അഹങ്കാരം മുറ്റി നിന്ന ബലിയുടെ വാക്കുകേട്ട് അതീവ വിനയത്തോടെ ഭഗവാൻ ചൊല്ലി, അസുരന്മാർ ജയിക്കട്ടെ, 3 അടി മണ്ണു നൽകുക. അതു കേട്ടു ജനങ്ങളിൽ ചിരി പടർന്നു. 3 ലോകങ്ങളുടെയും നാഥനായ എന്നോടു നീ 3 അടി മണ്ണു ചോദിപ്പു, ആശ്ചര്യം തന്നെ. മഹാബലി തൻ്റെ ഉള്ളിൽ അഹങ്കാരം തീര തല്ലി, മനസ്സിൽ ചിരിച്ചു മെല്ലെ വാമനവേഷം. 3 അടി മതി എന്നുള്ള വാക്കുകേട്ടു മഹാബലി മോദത്തോടെ കാൽ കഴുകാൻ വെള്ളം കൊടുക്കേ. മഹാമുനി ശുക്രാചാര്യർ ബലിയെ തടഞ്ഞു ചൊല്ലി, മഹാഹരിയാണിതെന്നറിയുക രാജൻ. മഹാവിഷ്ണു എൻ്റെ മുന്നിൽ യാചിക്കുന്നു എങ്കിൽ മുനെ, മഹാഭാഗ്യവാനല്ലേ ഞാൻ രാജാവു ചൊല്ലി. ഉത്തമയാം പത്നിയാലെ വാമനനുപാദ്യം നൽകി, ഉദകപൂർവമായിട്ടു സർവവും നൽകി. സർവസ്വദാനം ചെയ്തോരാ മഹാബലി തൻ്റെ മേലെ, സർവദേവജനങ്ങളോ പൂമഴ പെയ്തു. ലോകജനം നോക്കി നിൽക്കെ വാമനനോ വലുതായ ബ്രഹ്മാണ്ടത്തോളം വേവേശൻ ഉയർന്നു വന്നു. ബ്രഹ്മലോകത്തെത്തിച്ചേർന്ന ബ്രഹ്മരൂപൻ തൻ്റെ കാലിൽ ബ്രഹ്മദേവൻ ജലം വീഴ്ത്തി സന്തുഷ്ടനായി. ജലം പിന്നെ ഗംഗയായി, ദേവാദികൾ നൃത്തമാടി, ജാമ്പവാനോ ലോകമാകെ സഞ്ചരിച്ചല്ലോ. ആസുരന്മാർ അവിടുത്തെ കിങ്കരരോടേറ്റുമുട്ടി, പരാജിതരായി എപ്പോൾ ബലി പറഞ്ഞു, പണ്ടു നമ്മൾ വിജയിച്ചു ഭഗവാന്റെ വരത്താലെ, യുദ്ധം നിർത്തു ഭഗവാന്റെ അഭീഷ്ടം പോലെ. ഗരുഡനാൽ ബന്ധിതനാം ബലിയോടു ഭഗവാനും 3ാമത്തെ അടിക്കായി ചോദിച്ച നേരം, തൃക്കാലടി വയ്ക്കാനായി തല താഴ്ത്തി മഹാബലി, തൃപ്പാദത്തിൽ സ്തുതി ചെയ്തു ഭക്തപ്രഹ്ലാദൻ. സർവസിദ്ധി കൈവരട്ടെ, അഹങ്കാരം നശിക്കട്ടെ, ഇന്ദ്രസ്ഥാനം ലഭിക്കട്ടെ, മത്സായുജ്യവും. ബലിയോടു ചൊല്ലി ദേവൻ യാഗക്രിയ പൂർത്തിയായി, ബലിദർപ്പം തീർത്ത ദേവ രക്ഷിക്കണമേ. നാരായണ 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 ഗുരുവദേശ.